അധ്യക്ഷയ്ക്കെതിരെയുള്ള കേസിൽ പ്രതികരണമായി അരവിന്ദ് കെജ്രിവാൾ വരുന്നുണ്ട്. BJP നേതാക്കൾ പണവും സ്വർണവും വസ്ത്രങ്ങളൊക്കെ പരസ്യമായി വിതരണം ചെയ്യുകയാണ്. അതിൽ ഇതുപോലെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല, വൃത്തികെട്ട സമ്പ്രദായം മാറ്റി ശുദ്ധീകരിക്കേണ്ടതുണ്ട് തുടങ്ങിയ പ്രതികരണങ്ങൾ അരവിന്ദ് കെജ്രിവാൾ നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അധ്യക്ഷയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതെന്നാണ് ഡൽഹി പോലീസിന്റെ FIR. അതിനിടെ കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന അതീഷ് മർലൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. അച്യുതൻ, അതിനോടുള്ള പ്രതികരണം ഞാൻ നേരത്തെ വായിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു രാഷ്ട്രീയ ചർച്ചയാവുകയാണ് അവിടെ. തീർച്ചയായിട്ടും ഹാഷ്മി, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ വിഷയങ്ങളാണ് പാർട്ടികൾക്കെതിരെ മുന്നോട്ട് വരുന്നത്. നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ ഡൽഹി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിനെതിരെയാണ് ഈ പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള വാഹനം ഈ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു എന്നതാണ് ഈ കേസ്. നിലവിൽ ഇതിൽ അരവിന്ദ് കെജ്രിവാൾ കൂടി പ്രതികരിച്ചിരിക്കുകയാണ്. BJP നേതാക്കൾ പരസ്യമായി പണവും സ്വർണവും വസ്ത്രങ്ങളും എല്ലാം ഈ വോട്ടിനായി നൽകുന്നുണ്ട്. എന്നാൽ അതിൽ ഇതുവരെ ഒരു കേസും എടുത്തിട്ടില്ല. എന്നാൽ അതിഷിക്കെതിരെ വേഗത്തിൽ നടപടി ഉണ്ടാകുന്നു. ഈ വൃത്തികെട്ട സമ്പ്രദായം മാറ്റി ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്നും BJPയും കോൺഗ്രസും ഈ ജീർണിച്ച വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എന്നൊരു വിമർശനം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുകയാണ്. നിരവധി വിഷയങ്ങൾ ഇതിനോടകം തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കേജ്രിവാളിനെതിരെ രംഗത്തെത്തി. അത് ഇന്ത്യ മുന്നണിയിൽ തന്നെ മറ്റൊരു ചർച്ചയിലേക്ക്, ഒരു ഭിന്നതയിലേക്ക് കൂടി വഴിവെച്ചിരിക്കുകയാണ് ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഡൽഹി ഇലക്ഷൻ മുമ്പ് അവിടെ വലിയ രാഷ്ട്രീയ വാക്പോരും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ തുടർച്ചയിൽ തന്നെ വേണം അതീഷ് മർലനെതിരെ എടുത്ത കേസിനെയും അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണത്തിലും ഒക്കെ കാണാൻ. അതങ്ങനെ കടുക്കുകയാണ്.